വെൽക്കം ടു ഹോംലി ഗപ്പീസ്. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ടാങ്ക് അസംബ്ലി മൊത്തത്തിൽ സെറ്റ് ചെയ്തെടുക്കാൻ എത്ര രൂപ ആവുമെന്ന് ചോദിക്കുന്നവർക്ക് വേണ്ടിയിട്ടായിട്ടൊരു വീഡിയോ ഞാൻ എടുത്തതാണ്. അപ്പോൾ ഇതൊരു 1.5 ഫീറ്റ് ടാങ്കിൽ 1.5 മുക്കാലാണ് ഫീറ്റ് ടാങ്കിൽ നമ്മൾ റെഡിയാക്കി എടുത്തതാണ്. ഇതെല്ലാം ഫ്രഷാണ്, എല്ലാം ഫ്രഷായിട്ട് റെഡിയാക്കി എടുത്തതാണ്. ഇതിനകത്ത് ഫിഷും കാര്യങ്ങളൊക്കെ ഇട്ട് സെറ്റ് ചെയ്ത് വാട്ടർ ക്ലിയറൻസും കാര്യങ്ങളെല്ലാം പക്കയായിരിക്കും. പിന്നെ ഇതിൻ്റെ അകത്ത് നമ്മൾ ചെയ്തേക്കുന്നത് കാണാം, അടിയിൽ സ്റ്റോൺ ചെയ്തിട്ടുണ്ട്, ബാക്ക്ഗ്രൗണ്ടിൽ ഒരു സീനറി ചെയ്തിട്ടുണ്ട്, ഒരു സ്റ്റിക്കർ ചെയ്തിട്ടുണ്ട്, ഒരു ലൈറ്റ് ഉണ്ട്, ടോപ്പ് കവറുണ്ട്, ഒരു ഫിൽറ്ററുണ്ട്. ഈ ഫിൽറ്റർ ആയിരിക്കില്ല വരുന്നത്, അത് നമ്മുടെ പമ്പിൻ്റെ ഫിൽറ്ററാണ്. ഫിൽറ്റർ വരുന്നത് ഫിഷ് അനുസരിച്ചാണ് ഫിൽറ്റർ വരുന്നത്. എത്ര വാൾട്ടെന്ന് നോക്കിയിട്ട് ഫിഷ് അനുസരിച്ച് പിന്നെ അതിൻ്റേതായ വാൾട്ടിൽ വ്യത്യാസപ്പെടുത്തി അതിൽ ചെറിയ റേറ്റ് വ്യത്യാസം വരും, അത്രേ വരുന്നുള്ളൂ. അപ്പോൾ ഈ ടാങ്ക് മൊത്തത്തിൽ ഞാൻ സെയിൽ ചെയ്യാൻ വേണ്ടി നിൽക്കുന്നത് 2000 രൂപയ്ക്കാണ് ഞാൻ സെയിൽ ചെയ്യാൻ വേണ്ടി നിൽക്കുന്നത്. ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ടാങ്കാണ്. വീട്ടിൽ കാണാനും അത്യാവശ്യം നല്ല രസമായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ആർക്കും വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സെറ്റാക്കി എടുക്കാവുന്നതാണ്. അപ്പോൾ ഇതേ കണക്ക് വേറൊരു കസ്റ്റമർക്ക് വേണ്ടി ലൈവ് പ്ലാന്റ് കാര്യങ്ങളൊക്കെ ഇട്ട് ഒരു ടാങ്ക് വേണമെന്ന് പറഞ്ഞു. അത് ഇതാണ്. ഇത് ചെടി 6 ടൈപ്പ് പ്ലാന്റ്സ് ഇപ്പോൾ ഇതിൻ്റെ അകത്തുണ്ട്. ലൈവ് പ്ലാന്റ്സ് ആണ് എല്ലാം. പിന്നെ ഇതിൻ്റെ അകത്ത് കിടക്കുന്ന ഫിഷ് പോളാറാണ്, നിങ്ങൾക്കറിയാമല്ലോ. പോളാറും ഒരു ഗൗരിയും കിടപ്പുണ്ട്. പിന്നെ ഇത് ഒരു 2500 രൂപ റേഞ്ചിൻ്റെ അകത്ത് നല്ല രസമുള്ള ഒരു ടാങ്ക് സെറ്റ് ചെയ്യണമെന്ന് ഒരു കസ്റ്റമർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതാണ് ഈ ഒരു സെറ്റപ്പിൽ റെഡിയാക്കി വെച്ചേക്കുന്നത്. ചെക്ക് ചെയ്ത് റെഡിയാക്കിയിട്ടേ കൊടുക്കുകയുള്ളൂ. ഇത് വെള്ളമൊന്നും അങ്ങനെ പെട്ടെന്നൊന്നും മാറേണ്ടി വരില്ല. ഈ ടാങ്കും അത് കണക്കേന വെള്ളമൊന്നും പെട്ടെന്ന് മാറേണ്ടി വരില്ല. നമ്മൾ ഇട്ടെടുക്കുന്ന ഫുഡ് ക്വാളിറ്റി ഉള്ളതാണെങ്കിലും പിന്നെ അതുമല്ല ഇതിൻ്റെ അകത്തെ pH കാര്യങ്ങളെല്ലാം കറക്റ്റായിരിക്കും. എല്ലാം മെയിൻറ്റെയിൻസ് നമ്മൾ ചെയ്യേണ്ട, വേറെ നമ്മൾ സെപ്പറേറ്റ് ചെയ്തെടുക്കേണ്ട ആവശ്യമൊന്നും വരില്ല. എല്ലാം അതിൻ്റെ അത് കറക്റ്റായിരിക്കും. TDSും എല്ലാം കറക്റ്റായിരിക്കും. അതുകൊണ്ട് തന്നെ വെള്ളം എപ്പോഴും ഈ ഒരു കളറിൽ തന്നെ നമുക്ക് കിട്ടുന്നതായിരിക്കും. കുറച്ചും കൂടെ ക്ലിയറും കാര്യങ്ങൾ കിട്ടണമെങ്കിൽ ഇത് കണക്കത്തെ ഒരു സെറ്റപ്പ് ലൈവ് പ്ലാന്റൊക്കെ വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഫിഷ് എപ്പോഴും നല്ല ആക്റ്റീവായിരിക്കും. എന്ന് പറഞ്ഞാൽ ഇവർ ആക്റ്റീവ് അല്ലെന്നല്ല, ഇവരും ആക്റ്റീവാണ്, ഇതേപോലെ തന്നെ ഇവരും ആക്റ്റീവാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ആർക്കും വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സെറ്റാക്കുന്നതാണ്. ഓക്കെ, താങ്ക് യു.